സ്ഥലം. സംഭവമൊക്കെ ശരിയാണ്, നല്ല മുറിയുണ്ട്, നല്ല വീടുണ്ട്, നല്ല അന്തരീക്ഷമാണ്, നല്ല ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്ഥലത്ത് ഒത്തിരി പ്രശ്നമുണ്ട്. ദൈവമക്കൾ ഇതിനെ നേരിടേണ്ടത് എങ്ങനെയാ? പ്രാർത്ഥിച്ചിട്ടാണ്. കുടുംബത്തിൽ പ്രാർത്ഥിക്കാതിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്ന ഒത്തിരി ശക്തികൾ, അന്തരീക്ഷ ശക്തികൾ എന്നാണ് ബൈബിൾ അതിനെ വിളിക്കുന്നത്. അന്തരീക്ഷ ശക്തികൾ ഇതെല്ലാം ഈ ലോകത്തുണ്ട്. എവിടെല്ലാം തിന്മയുണ്ടോ അവിടെല്ലാം തിന്മയുടെ രൂപീകരണം, എവിടെല്ലാം പാപമുണ്ടോ അവിടെ പാപത്തിന്റെ ശക്തികൾ. അത് നമ്മളെ പുറകോട്ട് പിടിക്കും. അത് നമ്മൾ ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കും. അത് അന്ധകാരം, ഇരുട്ടിന്റെ ശക്തി, ഒരു കാര്യമില്ല, അത് വെറുതെ വഴക്കുണ്ടാക്കും. മനുഷ്യരെ തമ്മിൽ തെറ്റിക്കും. അത് വിവാഹങ്ങളെ തല്ലിപ്പിരിക്കും. അത് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളരാൻ അനുവദിക്കില്ല. ദൈവികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ അവിടെ ദൈവികമായ കാര്യങ്ങൾ സംഭവിക്കില്ല. ഡെസക്രേറ്റ് ചെയ്യും പിശാച്. അവന് നല്ലപോലെ അറിയാം സ്ഥലങ്ങളെ മലിനമാക്കുക അവൻ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ജാഗ്രത എന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിർബന്ധമായും പ്രാർത്ഥിക്കണം. ഇത് വികാരിയച്ഛന്റെ ആവശ്യമല്ല, രൂപതാ മെത്രാന്റെ ആവശ്യമല്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ യോമാർക്ക് നിങ്ങൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏതാണ്ട് 10% കിട്ടുന്നുണ്ടെന്നാണ് ആളുകളുടെ വിചാരം. അങ്ങനെയൊന്നുമില്ല. അതായത് എന്റെ പ്രിയ ദൈവമക്കളെ, ദൈവജനമേ, കുടുംബങ്ങൾ നിലനിൽക്കണമോ പ്രാർത്ഥിക്കണം. പണ്ടൊക്കെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ അത് എന്തായാലും കൂട്ടിക്കെട്ടി. വൈകുന്നേരമെങ്കിലും പ്രാർത്ഥിക്കും. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകും. ആ കുടുംബത്തിൽ അവിടെ ഒരു ദൈവികതയുണ്ട്. ഞാൻ നിങ്ങളോട് സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഒരു വീട്ടിൽ കാല് കുത്തിയാൽ അറിയാം അവിടെ പ്രാർത്ഥന ഉണ്ടോ ഇല്ലയോ എന്ന്. ആരും പറയണ്ട, നമുക്കറിയാത്. അവിടെ ദൈവാത്മാവ് ഉണ്ടാവും, അവിടെ വെളിച്ചമുണ്ട്. അപ്പൊ അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന നടത്താതിരുന്നാൽ അതിന്റെ ആത്യന്തികമായ നഷ്ടം ആർക്കാ? വേറെ ആർക്കും അല്ല. വികാരിച്ചൻ ഒരു നഷ്ടവും വരാനില്ല. വികാരിച്ചൻ പ്രാർത്ഥിച്ചില്ലേ വികാരിച്ചന് നഷ്ടം. അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് വികാരിച്ചന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കുടുംബത്തിൽ, ഒരു വീട്ടിൽ, ഒരു ദൈവമക്കളുടെ കുടുംബത്തിന്റെ ഒന്നാമത്തെ കാര്യം, ആ വീട്ടിൽ പ്രാർത്ഥിക്കണം. ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത്, അവിടെ ഈ ദേശത്ത് ഒത്തിരി അന്ധകാരമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ആ തിന്മകള് നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് ദൈവമക്കള് പ്രാർത്ഥിച്ച് സംരക്ഷണം തീർക്കണം.